കണ്ണൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്ഫോടനം. കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിലാണ് പുലർച്ചെ സ്ഫോടനമുണ്ടായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സ്ഫോടനം. ഒരാൾ കൊല്ലപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നതിനെക്കുറിച്ച് സമീപവാസികൾക്ക് പോലും വിവരമുണ്ടായിരുന്നില്ല. അനൂപ് മാലിക് എന്നയാളുടെ പേരിലാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. നേരത്തെയും ഇതേ രീതിയിലുള്ള കേസിൽ പ്രതിയാണ് അനൂപ്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. CPM-ഉം കോൺഗ്രസും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. അനൂപ് മാലിക് കോൺഗ്രസുകാരനെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ആരോപണം വന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ മറ്റുദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് CPM-ന്റെ ആവശ്യം. അതേസമയം ബോംബ് നിർമ്മാണം കണ്ണൂരിൽ തുടർക്കഥയാണ്. അതിന് പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രതികരണങ്ങളിലേക്ക്. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആൾ, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണോ ഉള്ളതല്ല പുറത്തെവിടെയെങ്കിലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പരിശോധിച്ചോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കട്ടെ. ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേയറ്റം അനുചിതമാണ്. പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെന്യൂനാണ്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. CPM-ന്റെ ആരോപണം കോൺഗ്രസിനെതിരെയുള്ള ആരോപണമാണ്. അനൂപ് മാലിക് എന്നയാളാണ് വീട് വാടകയ്ക്ക് എടുത്തത്. അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധം എന്നാണ് CPM-ന്റെ ആരോപണം. അതേസമയം DCC പ്രസിഡന്റ് മറിച്ചുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. CPM-ഉമായിട്ടുള്ള ബന്ധമാണ് അനൂപ് മാലിക്കിനുള്ളതെന്നും ഇത് CPM ആണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത് എന്നുമുള്ള ആരോപണം മാർട്ടിൻ ജോർജും ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ മാർട്ടിൻ ജോർജിന്റെ പ്രതികരണമുണ്ട്, അതുകൂടി കേൾക്കാം. ബോംബിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം. അത് അന്വേഷിച്ചിട്ട് ഈ അനൂപിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു, അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ? ഈ ബോംബ് നിർമ്മിച്ച് അദ്ദേഹം എവിടെയാണ് ഇതിന് സപ്ലൈ ചെയ്യുന്നത്? ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് നേരത്തെ ഇവിടെ രാജേന്ദ്ര കോളേജിൽ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. ഇദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് കൃത്യമായി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നിർമ്മിച്ച് ആർക്ക് കൊടുക്കുന്നു, ആരാണ് ഇതൊക്കെ പോലീസ് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ ഒരു സംഭവം നടന്നതാണല്ലോ. അപ്പോൾ ഇദ്ദേഹമാണ് എങ്കിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ട് ഇത് ആർക്ക് സപ്ലൈ ചെയ്തു? കൂടുതൽ വിവരം നൽകാൻ സുമേഷ് മൊറാഴ ചേരുകയാണ്. സുമേഷ്, ഇത് ഈ കണ്ണപുരം എന്ന് പറയുന്നത് CPM പാർട്ടി ഗ്രാമം എന്ന രീതിയിൽ പോലും അറിയപ്പെടുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് കീഴറ. അവിടെയാണല്ലോ ഇങ്ങനെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിപ്പോഴും ഈ ഒരു ദുരൂഹമായി തുടരുന്നത്? എന്തുകൊണ്ടാണ്? ഈ വീട്ടിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അതിനിടയിലാണല്ലോ ഈ രാഷ്ട്രീയ പോര് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? മഞ്ജുഷ്, ഈ സംഭവത്തിന് ശേഷം സ്വാഭാവികമായി രാഷ്ട്രീയമായി ഇതിൽ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആണ്. ഇത് പോലീസിന്റെ അനാസ്ഥയാണ്, ഇത് സർക്കാരിന്റെ വീഴ്ചയാണ്. ഇതിന്റെ പിറകിൽ ഇതൊരു CPM ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിറകിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ള കാര്യമാണ് DCC പ്രസിഡന്റ് ആയിട്ടുള്ള മാർട്ടിൻ ജോർജ് പറഞ്ഞത്. എന്ന് തുടർന്ന് KK രാഗേഷ് എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട മുന്നേ 2016 ഇതുപോലെയുള്ള ഒരു കേസിൽ പ്രതിയാണ്. അന്ന് കണ്ണൂർ പൊടിക്കുണ്ടിൽ സമാനമായ രീതിയിലുള്ള സംഭവം നടന്നിരുന്നു. അതിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു ഈ വാടക വീടും
ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കെ രാഗേഷ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്, കോൺഗ്രസുമായി ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ജോർജ് പറയുന്നതിൽ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ എനിക്കതിൽ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല എന്നാണ് ഇപ്പോൾ കെ രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന്റെ പിറകിൽ ഈ രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിയത് എന്നാണ് ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാളെ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് കമ്മീഷണർ ഇപ്പൊ മാധ്യമങ്ങളോടെ പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് ആഷം എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം സാറാട് സ്വദേശിയാണ്. കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് എന്നുള്ള കാര്യം കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത്തരം ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ കീഴറ പോലെയുള്ള സുമേഷ്. ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഈ ഒരു വീടിനെ കുറിച്ച് മറ്റു സംശയങ്ങൾ ഉണ്ടായിരുന്നോ? ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടുത്തെ താമസക്കാർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്? അതുപോലെ തന്നെ ഈ അനൂപ് മാലിക് ഇയാൾ എവിടെയാണ്, അങ്ങനെയുള്ള വിവരങ്ങളുണ്ടോ? മഞ്ജുഷ്, ഈ 1 വർഷം മുന്നെയാണ് ഇത് ഒരു വാടക എടുത്തിട്ടുള്ളത്. ഇത് ഒരു അധ്യാപകന്റെ പേരിലായിരുന്നു ഈ വീട്. ഇദ്ദേഹം കോൺഗ്രസ് ബന്ധമുള്ള അധ്യാപകൻ എന്നാണ് ഇപ്പൊ നാട്ടുകാർ തന്നെ പറയുന്നത്. ഗോവിന്ദൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന വീടാണ് ഈ അനൂപ് മാലിക് വാടക എടുത്തിട്ടുള്ളത്. ഒരു വർഷം മുൻപാണ്. അതായത് ഇപ്പൊ പോലീസ് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിലാണ് വാടക എടുത്തിട്ടുള്ളതെന്നാണ്. അത് ഈ വീടിന്റെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട വീടാണ്, തൊട്ടടുത്ത് വീടില്ല. അതൊരു കുന്നിന്റെ ചെരുവിലുള്ള ഒരു വീടാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഈ ബൈക്കുകളിൽ ഈ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് വേറെ രീതിയിലുള്ള പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷമാണ് ഇതിലെന്തോ കാര്യമായ രീതിയിലുള്ള ഇടപെടലോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു ബോംബ് നിർമ്മാണം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. പോലീസും പറയുന്നത് സൂചന നൽകുന്നത് ഏകദേശം ബോംബ് നിർമ്മാണം എന്ന രീതിയിൽ തന്നെയാണ്. അത് ഉഗ്രശേഷിയുള്ള പടക്കം എന്ന് പറയുമ്പോൾ പോലും അത് കമ്മീഷണർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണം വേണം, അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഈ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ശരീര അവശിഷ്ടങ്ങളാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണോ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്? സാധാരണ 2 പേരാണ് ഇവിടെ ഉണ്ടാകാറ്, സാധാരണ ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുമായി പൂർണ്ണമായും കെട്ടിടം തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഈ പരിശോധനകളാണ് ഇപ്പൊ നടന്നു വരുന്നത്. JCB മറ്റു ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടന്നു വരുന്നത്. ആ പരിശോധന ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 പേര് സാധാരണ ഈ വീടുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാവാറുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും അക്കാര്യത്തിൽ സംശയമുണ്ട്. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മഞ്ജുഷ്, ഇതിപ്പോൾ ഈ അനൂപ് മുൻപും സമാനമായ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതും ഈ പ്രദേശത്ത് തന്നെയാണോ? അതിന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സുമേഷ്? മഞ്ജുഷ്, അല്ല, ഇത് ആ സമയം 2016 അത്തരം ഒരു സ്ഫോടനം നടന്നത്. കണ്ണൂർ ടൗണിനടുത്ത പൊടിക്കുണ്ടിലായിരുന്നു അത്തരം ഒരു സംഭവം നടന്നത്. അതൊരു ഇതുപോലെ ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അപകടം നടന്നത്. അന്നും ഈ സ്ഫോടക വസ്തു നിർമ്മാണത്തിനിടയിൽ തന്നെയായിരുന്നു മരിച്ചത്. ആ നിർമ്മാണത്തിനിടെയായിരുന്നു സംഭവം. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. വർഷങ്ങൾ ശേഷമാണ് ഇത്തരം ഒരു സംഭവം പിന്നീടും നടക്കുന്നത്. ഇദ്ദേഹം ഈ അനൂപ് മാലിക് ഇതുമായി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിലാണ് ഇപ്പം പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരം അന്വേഷണം അനൂപ് മാലിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പം പോലീസ് നടത്തി വരുന്നത്. എങ്കിലും ഈ വീട് വാടക കൊടുത്ത ആളുടെ പശ്ചാത്തലം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നുള്ള കാര്യം കൂടി വീട്ടുടമസ്ഥന്റെ കാര്യത്തിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ വീട് ഉടമ ഗോവിന്ദൻ എന്നയാൾ അല്ലേ, അങ്ങനെയല്ലേ, അദ്ദേഹം കോൺഗ്രസ് ബന്ധമുള്ള ആളാണ്, കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ മാർട്ടിൻ ജോർജ് പറഞ്ഞതിന് വിരുദ്ധമായി വരുന്നുണ്ടോ? കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ അത്? തീർച്ചയായും മഞ്ജുഷ്, അതായത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം അന്നും ഇന്നും കോൺഗ്രസ്സുകാരൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. സ്വാഭാവിക അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഞങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അല്പസമയത്ത് നമുക്ക് ലഭ്യമാകും. ഏതായാലും നാട്ടുകാർ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഇയാൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. അന്നും ഇന്നും കോൺഗ്രസ്സുകാരൻ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. മഞ്ജുഷ്.
ഉമേഷ് മൊഹാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാവിലെ ഇത് കണ്ണൂരിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ബോംബ് സ്ഫോടനങ്ങൾ മുമ്പ് പതിവായിരുന്നു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനങ്ങളും പതിവായി ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇത്തരമൊരു ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിലാണ് ഇപ്പോൾ കോൺഗ്രസും CPM-ഉം പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത്. അനൂപ് മാലിക്, ഇങ്ങനെയാണ് ആ വീട് വാടകയ്ക്കെടുത്തയാളുടെ പേര്. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. 2 പേർ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്. സാധാരണ 2 പേർ അവിടെ താമസിക്കാറുള്ളതാണ്. ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതേ അനൂപ് മാലിക് നേരത്തെയും സമാനമായ രീതിയിൽ ഒരു സ്ഫോടനമുണ്ടായ കേസിലെ പ്രതി കൂടിയാണ്. കോൺഗ്രസ് ബന്ധമുള്ളയാളാണ് അനൂപ് മാലിക് എന്ന കാര്യം CPM ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇക്കാര്യം